ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ആർക്കും കുക്കറിൽ വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ റൈസിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ബസ്മതി റൈസ് ആണ്. ഞാനിപ്പോൾ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ജീര റൈസ് എടുക്കാവുന്നതാണ്, കൈമ റൈസ് എടുക്കാവുന്നതാണ്. 1.5 കപ്പ് അളവിലാണ് കേട്ടോ അരി എടുക്കുന്നത്. അത് നമുക്കൊരു ബോളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ അരി ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ്. അരി 2-3 വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്കൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. 2-3 തവണ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് മിക്സിയുടെ ചെറിയ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസ് തക്കാളിയിൽ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. ഇച്ചിരി മീഡിയം സൈസിൽ നിന്ന് ഒരല്പം കൂടി ചെറിയ സവാളയിൽ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇച്ചിരി വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ പകുതി മതിയാവും കേട്ടോ. ഒരുപാട് സവാള നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. കൂടെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി അല്ലികളാണ്. അപ്പോൾ തീരെ ചെറിയ വെളുത്തുള്ളി അല്ലി ആയതിൻ്റെ പേരിൽ ഒരു 10ഓളം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 5 വെളുത്തുള്ളി അല്ലി മതിയാവും. അതുപോലെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടി അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും കൂടി ചേർക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണുള്ളതെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഒരു 3 പച്ചമുളകും കൂടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരല്പം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ പുതിനയില ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്തിട്ട് മല്ലിയില മാത്രം ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് മസാലകൾ ആവശ്യമായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. കൂടെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കണം എന്നുള്ള ആവശ്യമില്ല. തക്കാളിയിൽ വെള്ളമുണ്ട്. അത് തീരെ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ ഈ ഒരു രീതിക്ക് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരല്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മതിയാവും. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി. കംപ്ലീറ്റ് ആയിട്ട് നെയ്യിൽ തന്നെ ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് കൂടുതൽ നെയ്യ് ചേർക്കാവുന്നതാണ്. എണ്ണയും നെയ്യും ഒക്കെ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ചെറിയ പീസ് അളവിൽ കറുവാപ്പട്ടയും 2 ഏലയ്ക്ക, 3 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും എടുത്തിട്ടുണ്ട്. മുഴുവൻ പെരിഞ്ജീരകം ഇത് ചേർക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു മിക്സിയിലേക്ക് ചേർക്കാവുന്നതാണ്. ഈ ഒരു മസാല കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ ആ ഒരു പച്ചമുളക് ഒന്ന് മാറിക്കിട്ടണം. ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം കേട്ടോ. ആ ഒരു സമയം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചൂടായി വഴണ്ട് കിട്ടിക്കോളും. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമുളക് ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത്, അത്യാവശ്യം വലിയ ക്യാരറ്റിൽ 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ബീൻസ് അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി. ഈ ബീൻസിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ ചേർക്കണം എന്നുള്ളത് കോളിഫ്ലവർ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തൈരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് അളവിൽ മതിയാവും. അപ്പോൾ തൈരും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് ഇളക്കി യോജിപ്പിക്കണം എന്നുള്ള ആവശ്യമില്ല. നന്നായിട്ട് ഇതൊന്ന് ചൂടായി വരട്ടെ. ഇതിപ്പോൾ നല്ല രീതിക്ക് ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയാണ്. അപ്പോൾ 2.25 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം എന്നുള്ള കണക്കിലാണ് കേട്ടോ വെള്ളം ചേർക്കുന്നത്. കൂടെ തന്നെ ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. നമ്മൾ ഈ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് ഒരല്പം ഫ്രണ്ടിൽ നിൽക്കണം. അങ്ങനെ വേണം കേട്ടോ ഉപ്പ് ചേർക്കാനായിട്ട്. ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് അരി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ അരിപ്പയിലേക്ക് മാറ്റി കംപ്ലീറ്റ് വെള്ളവും ഒന്ന് മാറ്റിയിട്ടാണ് കേട്ടോ അരി ചേർക്കുന്നത്. അരിയും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം.
ഇനി വീണ്ടും നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നെയ്യിൽ വറുത്തെടുത്ത കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി. ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് മീഡിയത്തിൽ ഒരൊറ്റ വിസിൽ മാത്രം വന്നാൽ മതിയാവും. ഫ്ലെയിം കുറച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് ഹൈയിലും വെക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി തുടർന്ന് തന്നെ നമ്മൾ തുറക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിലെ കംപ്ലീറ്റ് പ്രഷറും ഇങ്ങനെ ഇരുന്ന് പോകട്ടെ. ഒരു 15-20 മിനിറ്റിന് ശേഷം മാത്രം നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറക്കാവുന്നതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമ്മുടെ വെജ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് സൈഡായിട്ട് ഒന്നും തന്നെ വേണമെന്നില്ല. നല്ലൊരു തൈര് സാലഡ് മാത്രം മതിയാവും. നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇതുപോലെ വെജ് റൈസ് നിങ്ങൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.